അനധികൃതമായി പ്രവർത്തിക്കുന്ന ടാർ മിക്സിംഗ് പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട നാട്ടുകാർ സമരം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. നെല്ലനാട് പഞ്ചായത്തിലെ മൈലക്കുഴിയിൽ 8 വർഷമായി പ്രവർത്തിക്കുന്ന യൂണിറ്റാണ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തുന്നത്. നെല്ലനാട് പഞ്ചായത്തിലാണ് ടാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇതിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് മാണിക്കൽ, നെല്ലനാട്, മുതാക്കൽ എന്നീ പഞ്ചായത്തുകളിലെ ജനങ്ങളാണ്. പ്രദേശത്തെ ജനങ്ങൾക്ക് ശുദ്ധവായുവും ആരോഗ്യ പരിരക്ഷയും നിഷേധിക്കപ്പെടുകയാണ് ഇപ്പോൾ. 6 മാസത്തെ ടെമ്പററി പെർമിറ്റ് വെച്ചിട്ട് ഇവർ ഏകദേശം 8 വർഷമായിട്ട് ഇതിവിടെ പ്രവർത്തിച്ചു വരികയാണ്. 3 സ്കൂളുകൾ, 2 അംഗൻവാടി, ഇതെല്ലാം 2 കിലോമീറ്റർ ചുറ്റളവിലുണ്ട്. ഇവിടുത്തെ കല്ലുകളിൽ പോലും ടാറിൻ്റെ അംശമാണ്. ജനിച്ച് വീഴുന്ന കുട്ടികൾക്ക് പോലും ഇവിടെ ശ്വാസം മുട്ടൽ, ത്വക്ക് രോഗങ്ങൾ, ഇതെല്ലാം സഹിച്ചുകൊണ്ട് ഇത്രയും നാളുകൾ ജനങ്ങൾ സഹിച്ചു. ഇനിയും ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ. ഇവിടുത്തെ ജനങ്ങൾക്ക് ക്യാൻസർ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, അലർജി രോഗങ്ങൾ, ആസ്മ എന്നീ അസുഖങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലാന്റിന് പഞ്ചായത്തിന്റെ പ്രവർത്തന അനുമതിയില്ല. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിർദ്ദേശങ്ങളും ഇവിടെ പാലിക്കപ്പെടുന്നില്ല. ഇവിടെ നിന്നുള്ള മലിനജലം ഒഴുക്കുന്നത് സമീപത്തെ ആറുകളിലേക്കും തോടുകളിലേക്കുമാണ്. ഈ പ്രദേശത്ത് 8 വർഷമായി ക്യാൻസർ രോഗികളുടെ എണ്ണം 20-ലധികമാണ്. അതിലിപ്പോഴും ജീവനോടെയുള്ളവരും മരിച്ചവരുമുണ്ട്. നെല്ലനാട് ഗ്രാമപഞ്ചായത്ത് ടാർ പ്ലാന്റ് പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും അത് കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ടാർ പ്ലാന്റ് പ്രവർത്തിക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.